ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോയ ചങ്ക്സ് വെച്ചിട്ട് നല്ല വരട്ടിയെടുക്കുന്ന ബീഫ് ഫ്രൈ പോലെ തന്നെ ഇരിക്കും നമ്മൾ ഇതൊരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല പറ്റിച്ച് നല്ല വരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ നല്ലതുപോലെ ഇതുപോലെ നമ്മൾ കിട്ടുമ്പം ഒരു 15 മിനിറ്റ് നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് വേവിപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സോയ ചങ്ക്സ് ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ടിട്ട് പിന്നെ നമ്മൾ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞിട്ട് വലിയ പീസ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പം നമുക്കിതൊന്ന് വെന്ത് വരുന്ന ആ സമയം കൊണ്ട് ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. പിന്നെ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിക്കുവാണെങ്കിൽ ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഓഫാക്കാം. ഇതിൻ്റെ ഈ മക്കൊന്ന് പോകാൻ വേണ്ടിയാണ്. പിന്നെ ഇത് നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് കട്ട് ചെയ്ത് വെക്കണം. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയുള്ള കുറച്ച് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതൊരു 15 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഇപ്പം നമ്മൾ സോയ ചങ്ക്സ് ഒക്കെ ഇതുപോലെ ഇത് കണ്ടോ 15 മിനിറ്റ് നമ്മൾ ആ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലതുപോലെ വെള്ളവും പിഴിഞ്ഞ് കളയണം. നല്ലതായിട്ട് പിഴിഞ്ഞ് കളയണം അതിൻ്റെ മക്ക് പോകാൻ വേണ്ടി. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാലകളൊക്കെ ആദ്യം ഒന്ന് ചേർക്കണം. ചേർത്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ. ഇപ്പം സോയ ചങ്ക്സ് ഒക്കെ ഇത് കണ്ടോ നമ്മൾ നല്ലതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് വെച്ച് നല്ലപോലെ പിഴിഞ്ഞ് കളയണം. ആ മക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ പിഴിഞ്ഞ് നമ്മൾ കളയണം. അപ്പോൾ കുറച്ച് മസാലയൊക്കെ നമുക്ക് ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ഒരു വലിയ സവോള നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ടില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്നുകൂടെ വേവിപ്പിക്കാൻ വെക്കാൻ. നമുക്കൊരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ സോയ ചങ്ക്സ് ഒക്കെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ അധികം ഇതിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളുടെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പം മസാലയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണിത്. അത് ഇട്ട് കൊടുക്കാം. ഇത് കൊടുത്തതിൽ നമുക്ക് പെരുംജീരകം പൊടിച്ചത് വേണം. പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം പൊടിച്ചത് ഒരു ചെറിയ സ്പൂണ്. ചെറുജീരകം പൊടിച്ചത് ഇടണം. അതൊരു ചെറിയ സ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടിയും ചേർക്കണം. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കാം. ചെറിയ സ്പൂണ് ഗരം മസാലയും ചേർക്കണം. അപ്പം എൻ്റെ കൂടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വേവിക്കുമ്പം തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഗ്യാസിലൊന്ന് വേവിക്കാൻ വെക്കാം. നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇതൊന്ന് ലീഡ് വെച്ച് മൂടി ഒരു 15 മിനിറ്റ് എങ്കിലും വെക്കണം. അപ്പോഴത്തേനും ഇതൊക്കെ വെന്ത് കറക്റ്റായിട്ട് വെള്ളവും പറ്റി വരും. സ്ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം നമുക്ക് മൂടി വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. നമ്മൾ ഇടയ്ക്ക് ഇളക്കി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് കൊടുത്തായിരുന്നു. ഇതൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പം കണ്ടോ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്കൊരു വേറെ ഒരു പാൻ വെച്ചിട്ട് നല്ലതുപോലെ ഇത്തിരി എണ്ണ ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇത്തിരി തക്കാളിയും സവോളയും ഒക്കെ ഒന്ന് വഴറ്റണം. പിന്നെ ഇതോടെ ഇട്ട് നമുക്ക് പറ്റിച്ചെടുക്കാം. അപ്പം നമ്മളൊരു കടയിൽ ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ നമ്മൾ ചേർക്കണമെങ്കിലായിരിക്കും സോയ ചങ്ക്സിനൊക്കെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി അതും ഒന്ന് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അതും നീളത്തിലൊന്ന് കീറിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ആ പറ്റിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കി പറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്നവരെ ഇളക്കാം. അപ്പം നമ്മുടെ സവോളയും ഉണ്ട് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇത്തിരി സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂണ് സോയാ സോസ് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഡാർക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി സോസാണ് റെഡ് ചില്ലി സോസ് 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം.
ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 10 കപ്പലണ്ടി ഒന്ന് കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കറിക്ക് ഒരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 10 കപ്പലണ്ടി നല്ലതുപോലെ അരച്ചെടുത്തിരിക്കുന്നതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് എരിവൊക്കെ വേണ്ടിയവരൊന്ന് നല്ലപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഇനിയും നമ്മൾ കുരുമുളക് പൊടി ഇടാവുള്ളൂ. അപ്പം നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം നമ്മുടെ സോയ ചങ്ക്സ് വരട്ടിയത് നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് നല്ലൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ സോയ ചങ്ക്സ് വരട്ടിയത് നല്ല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളൊരു നോൺ വെജ് ഒക്കെ കഴിക്കുന്ന അതേ ഒരു ഫീലാണ് ഇത് കഴിച്ചാൽ നമുക്ക് വരുന്നത്. നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ കമൻ്റൊക്കെ അറിയിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം.